CPM-ന്റെ മൂന്നാമത് ദേശീയ പ്ലീനത്തിന് ഇന്ന് തുടക്കമാകും. കൊൽക്കത്തയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇനി കാണുന്നത്. ഇപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യ അദ്ദേഹം സംസാരിക്കുന്നു. থেকে আরম্ভ করে দক্ষিণ বাংলার সুন্দরবন, সেই সুদূর সুন্দরবন থেকে লোক এসছেন পুরুলিয়া থেকে, জঙ্গলমহল থেকে, সেই দীঘার সমুদ্র পার থেকে লোক এসছেন। এখানে এসছেন গ্রামের কৃষকরা, এসছেন কারখানার শ্রমিকরা, খনি চা বাগানের শ্রমিকরা, এসছেন মহিলারা, অনেক মহিলা এসছেন যুবকরা। এই সমস্ত মানুষ আপনারা সবাই অনেক কষ্ট করে এসছেন, রাত জেগে এসছেন, ট্রেনে এসেছেন, বাসে এসেছেন, হেঁটে হেঁটে মিছিল করে এসছেন, অনেক কষ্ট করে আপনারা এসছেন। আপনাদের আমি অভিনন্দন জানাই, আপনাদের আমি ধন্যবাদ জানাই। রাত্রিরে এখানে ঠান্ডায় যারা এসেছিলেন, রাত জাগতে হয়েছে, কষ্ট করে খাওয়া হয়নি, তবু আপনারা এসছেন এই সভা শোনার জন্য। কারণ এই সবার গুরুত্ব আপনারা বুঝতে পারছেন সামনে লড়াই। এই প্লেনাম উপলক্ষে এই সমাবেশে সেই লড়াইয়ের কথা বলবেন আমাদের নেতারা, বক্তারা। আমি এক এক করে সবাইকে ডাকবো। সব শেষে আমার কিছু কথা আপনাদের বলবো। আমি প্রথম বক্তা হিসেবে ডাকছি কমরেড বিমান বসুকে। কমরেড সভাপতি, মঞ্চে উপবিষ্ট আমাদের বর্তমান সাধারণ সম্পাদক কমরেড সীতারাম ইয়েচুরি, প্রাক্তন সাধারণ সম্পাদক কমরেড പ്രകാശ് കാരാട്ട്, CPM-ന്റെ മൂന്നാമത് ദേശീയ പ്ലീനത്തിന് ഇന്ന് തുടക്കമാകും. പൊതുസമ്മേളനത്തിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. മഹാറാലി അല്പസമയത്തിനകം അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടത്. ഞങ്ങളുടെ പ്രതിനിധി എം സന്തോഷ് ഇപ്പോൾ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, മറ്റ് വിവരങ്ങൾ കൂടി. അരുൺ, CPM-ന്റെ മൂന്നാമത് ദേശീയ സംഘടനാ പ്ലീനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാവ്, പശ്ചിമ ബംഗാളിലെ മുതിർന്ന നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് പൊതുയോഗത്തിന് അധ്യക്ഷം വഹിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. രാവിലെ മുതൽക്ക് തന്നെ കൽക്കത്തയുടെ വിവിധ ഗ്രാമാന്തരങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് റാലിയിൽ പങ്കെടുക്കാനായി എത്തി. ഇപ്പോഴും പ്രവർത്തകരുടെ ഒഴുക്ക് തുടരുകയാണ്. ബ്രിഗേഡ് പരേഡ് മൈതാനം പൂർണ്ണമായും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ബ്രിഗേഡ് പരേഡ് മൈതാനത്തെ റാലിക്ക് ശേഷമാണ് ഇപ്പോൾ പ്ലീന നടപടികളിലേക്ക് യോഗം പാർട്ടി കടന്നിരിക്കുന്നത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ബിമൻ ബസു പൊതുസമ്മേളന വേദിയിൽ പതാക ഉയർത്തി. തുടർന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സമ്മേളന പ്രതിനിധികളും രക്തസാക്ഷി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ പൊതുസമ്മേളനം ആരംഭിച്ചിരിക്കുന്നത്. ബുദ്ധദേവ് ഭട്ടാചാര്യ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയതയ്ക്കും അസഹിഷ്ണുതയ്ക്കെതിരെയുമുള്ള പോരാട്ടം ശക്തമാക്കണമെന്നാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ ഇപ്പോൾ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ട്,
കോടിയേരി ബാലകൃഷ്ണൻ, മുഹമ്മദ് സലീം തുടങ്ങിയ നേതാക്കന്മാർ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പൊതുസമ്മേളനം അവസാനിച്ചതിന് ശേഷം പ്ലീനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലേക്ക് കടക്കും. പ്രതിനിധി സമ്മേളനം 6 മണിയോടുകൂടി ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. പ്രതിനിധി സമ്മേളനത്തിലേക്ക് സംഘടനാ റിപ്പോർട്ടും പ്രമേയവും അവതരിപ്പിക്കും. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടാവുക. ഏതായാലും പാർട്ടിയെ നിലവിലെ മാറിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തിയതിനു വേണ്ടിയാണ് പാർട്ടി സംഘടനാ പ്ലീനം ചേരുന്നത്. 1978 സാൽക്കിയ പ്ലീനത്തിന് ശേഷം 37 വർഷത്തിന് ശേഷമാണ് പാർട്ടി ഇപ്പോൾ സംഘടനാ പ്ലീനം ചേരുന്നത്. 1978 സാൽക്കിയ പ്ലീനം ചേരാനുണ്ടായ സാഹചര്യം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് പാർട്ടി പ്ലീനം ചേർന്നത്. പിന്നീട് 37 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പാർട്ടി സംഘടനാ പ്ലീനം ചേരുന്നത്. നിലവിൽ ഈ ഒരു സാഹചര്യം പാർട്ടിയെ സംഘടനാ പ്ലീനത്തിലേക്ക് എത്തിച്ച സാഹചര്യം പാർട്ടിയുടെ സംഘടനാ ദൗർബല്യങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട്